തൊഴിൽ മര്യാദകൾ ലംഘിച്ച് നിയമവിരുദ്ധമായി പണം സമ്പാദിക്കുന്ന കോർപ്പറേറ്റ് അഭിഭാഷകൻ തന്നെ തേടി വരുന്ന കക്ഷികളെ, അതായത് തന്റെ ക്ലയന്റുകളെ സഹായിക്കാനെന്ന മട്ടിൽ ഒപ്പം നിന്ന് വിഴുങ്ങുന്ന രാക്ഷസ ബുദ്ധിയുള്ള അലോക് ധീർ. നിലവിൽ കോടതിയുടെ മുമ്പിലുണ്ട് അലോക് ധീറിന്റെ ആരോപണ വിധേയമായ ഇടപാടുകൾ. ഒരു സംവിധാനത്തിന്റെ ഭാഗമായിരുന്നു കൊണ്ട് ആ സംവിധാനത്തെ തന്നെ ദുർബലപ്പെടുത്തുക, പിന്നീട് അതിനെ സ്വന്തം ലാഭത്തിന് ഉപയോഗിക്കാവുന്ന തരത്തിൽ മാറ്റിയെടുക്കുക. അങ്ങനെ നിരവധി സംഭവങ്ങൾ നമുക്ക് മുന്നിലുണ്ട്. അത്തരമൊന്നിന്റെ ചുവട് പിടിച്ചു പോയപ്പോൾ വെട്ടിലായത് പ്രശസ്തനായ ഒരു കോർപ്പറേറ്റ് അഭിഭാഷകനാണ്. അലോക് ധീർ എന്ന അഭിഭാഷകൻ മുങ്ങുന്ന കമ്പനികളെ സഹായിക്കാനെന്ന വ്യാജേന പറ്റിക്കൂടുക, ഒടുവിൽ കമ്പനി തന്നെ തന്റെ പേർക്ക് രജിസ്റ്റർ ചെയ്ത് വാങ്ങുക. ഇതാണ് അലോക് ധീറിന്റെ രീതി. ഈ തട്ടിപ്പിന് അയാൾ ദുരുപയോഗിക്കുന്നത് തന്റെ തൊഴിലായ അഭിഭാഷക വൃത്തി തന്നെ. 200 കോടി രൂപ വിലമതിക്കുന്ന സ്വത്ത് വെറും 25 കോടി രൂപയ്ക്കാണ് അലോക് ധീറിന്റെ കമ്പനി സ്വന്തമാക്കിയത്. ഇതിനായി നിയമവിരുദ്ധമായ പ്രവൃത്തികളാണ് അയാൾ ചെയ്തത്. വലിയ സാമ്പത്തിക പ്രതിസന്ധിയിൽപ്പെട്ട് പാപ്പരാവുന്നവരുടെ സ്വത്തുക്കൾ സംരക്ഷിക്കാനെന്ന പേരിൽ കേസുകൾ വാദിക്കുന്നു. ആ സ്വത്തുക്കൾ സ്വന്തം കമ്പനി വഴി തട്ടിയെടുക്കാൻ തിരശീലയ്ക്ക് പിന്നിൽ കളിക്കുന്നു. വിശ്വാസവഞ്ചനയുടെ ആൾരൂപം അലോക് ധീർ. സംഭവം ഇങ്ങനെയാണ്. രാജ്യത്തെ ഏറ്റവും വലിയ ബാങ്കായ SBI രാജസ്ഥാനിലെ ജയ്സാൽമീറിലെ ഫോർട്ട് രാജുവാഡ, ഗോദവൻ എന്നീ ഹോട്ടലുകൾക്ക് 24 കോടി രൂപ വായ്പ നൽകി. ഹോട്ടലുകൾ നടത്തിവന്ന ഗ്രൂപ്പിന് വായ്പ തിരിച്ചടയ്ക്കാനായില്ല. തുടർന്ന് വായ്പ NPA അഥവാ നോൺ പെർഫോമിംഗ് അസറ്റായി പ്രഖ്യാപിക്കപ്പെട്ടു. ഇവിടെ നിന്നാണ് ചതിയുടെ തുടക്കം. അതായത് ഈ വായ്പയുടെ തിരിച്ചടവ് അലോക് ധീറുമായി ബന്ധപ്പെട്ട കമ്പനിയായ ആൽക്കമിസ്റ്റ് ARC ഏറ്റെടുത്തു. അതുവഴി അലോക് ധീർ ജയ്സാൽമീറിലെ ആ ഹോട്ടലുകളുടെ ഉടമയായി. ഇതിനു പിന്നിൽ അലോക് ധീർ വലിയൊരു അട്ടിമറി നടത്തിയെന്നാണ് ആരോപണം. അന്ന് 200 കോടി വിപണി മൂല്യമുണ്ടായിരുന്ന ഹോട്ടൽ സ്വത്തുക്കൾ വെറും 25 കോടിക്ക് അലോക് ധീറിന്റെ കൈകളിലെത്തി. തുടർന്ന് 2021 ഒക്ടോബറിൽ ജയ്സാൽമീർ ജില്ലാ കോടതി ഈ ഇടപാട് വ്യാജമാണെന്ന് പ്രഖ്യാപിക്കുകയും SBI ഉദ്യോഗസ്ഥർക്കും ആൽക്കമിസ്റ്റ് ARCയുടെ ഉടമയ്ക്കുമെതിരെ അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിക്കുകയും ചെയ്തു. പിന്നാലെ 2021 SBI ചെയർമാനായിരുന്ന പ്രദീപ് ചൌധരി അറസ്റ്റിലായി. എന്നാൽ ആൽക്കമിസ്റ്റ് ARCയുടെ ഉടമയുടെ അറസ്റ്റിൽ രാജസ്ഥാൻ ഹൈക്കോടതി ഇടക്കാല സ്റ്റേ ഏർപ്പെടുത്തി. കേസ് ഇപ്പോഴും കോടതിയുടെ പരിഗണനയിലുണ്ട്. ഈ വിഷയത്തിൽ അലോക് ധീറിന് ഇതുവരെ ക്ലീൻ ചിറ്റും ലഭിച്ചിട്ടില്ല. അതേസമയം ഹോട്ടലുകൾക്ക് 200 കോടി രൂപയുടെ മൂല്യമുള്ളതായി കോടതി രേഖകളിലൊന്നും ഇല്ലെന്നും SBI നിശ്ചയിച്ച മൂല്യം ഏകദേശം 40.69 കോടി രൂപയായിരുന്നുവെന്നുമാണ് അലോക് ധീർ സീ മീഡിയയോട് വിശദീകരിച്ചത്. നേരത്തെ അലോക് ധീറുമായി ബന്ധമുള്ള ആൽക്കമിസ്റ്റ് ARC എന്ന കമ്പനിക്ക് ഗുരുഗ്രാമിലെ വൻ വസ്തു ഇടപാടുകളിൽ സംശയാസ്പദമായ പങ്കുണ്ടെന്ന് ആരോപണങ്ങൾ ഉയർന്നിരുന്നു. ക്രെഡിറ്റേഴ്സ് കമ്മിറ്റിയിൽ ആൽക്കമിസ്റ്റ് ARCക്ക് 35% വോട്ടവകാശമാണ് ഉണ്ടായിരുന്നത്. എന്നാൽ എക്സ്പീരിയോൺ ക്യാപിറ്റലിന് അനുകൂലമായി വോട്ട് ചെയ്യാൻ തങ്ങൾക്ക് സമ്മർദ്ദമുണ്ടായിരുന്നുവെന്ന് ആൽക്കമിസ്റ്റ് ARC പ്രതിനിധി EDക്ക് മുൻപാകെ മൊഴി നൽകിയിരുന്നു. പ്രൊമോട്ടർ തന്നെ അഭിഭാഷകനായ ഒരു കമ്പനിക്ക് മറ്റൊരു കമ്പനിക്ക് വേണ്ടി വോട്ട് ചെയ്യുന്നതിന് സമ്മർദ്ദം ചെലുത്താനാകുമോ എന്നതാണ് ചോദ്യം. ധീർ ആൻഡ് ധീർ അസോസിയേറ്റ്സിന്റെ മാനേജിംഗ് പാർട്ണറും ആൽക്കമിസ്റ്റ് ARCയിലെ നോൺ എക്സിക്യൂട്ടീവ് ഡയറക്ടറുമാണ് അലോക് ധീർ. അലോക് ധീറിന്റെ കമ്പനിയായ ധീർ ആൻഡ് ധീർ അസോസിയേറ്റ്സിനെതിരെയും ആരോപണങ്ങളുണ്ട്. മദ്രാസ് പെട്രോകെം എന്ന കമ്പനിക്കു വേണ്ടി ധീർ ആൻഡ് ധീർ അസോസിയേറ്റ്സ് കേസ് വാദിക്കുമ്പോൾ ആൽക്കമിസ്റ്റ് ARC മദ്രാസ് പെട്രോകെമിന്റെ കടം ഏറ്റെടുത്തിരുന്നു. ഇതിനർത്ഥം ഒരു വശത്ത് അലോക് ധീർ ഒരു കമ്പനിക്ക് വേണ്ടി കേസ് വാദിക്കുന്നു, മറുവശത്ത് സ്വന്തം കമ്പനി വഴി ഈ കമ്പനിയെ സ്വന്തമാക്കുന്നു. ഇത് വ്യാപാരത്തിന്റെയും ധാർമ്മികതയുടെയും ലംഘനമാണ്. കമ്പനികൾക്ക് നീതി ഉറപ്പാക്കുക എന്ന കൃത്യം നിർവഹിക്കേണ്ട കോർപ്പറേറ്റ് അഭിഭാഷകൻ തന്നെ നിയമത്തെ ദുരുപയോഗം ചെയ്യുകയാണ്. ഇത്തരം വഞ്ചനാപരമായ പ്രവർത്തനങ്ങളിലൂടെ അലോക് ധീർ ലാഭം കൊയ്യുന്നുവെന്ന ഗുരുതര ആരോപണം കോടതിക്ക് മുന്നിലുണ്ട്. നാഷണൽ ഡെസ്ക്, സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.